ഹായ് ഗേസ്, വെൽക്കം ബാക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും അതിലേക്കുള്ള മയോണൈസ് തക്കാളി സോസൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ആദ്യം തന്നെ 1 കിലോ മന്തിക്കുള്ള ഹോം മെയ്ഡ് മന്തി മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഞാനൊരു ഷോർട്സ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. അപ്പോൾ ഈ കപ്പിൽ ഒരു 4 കപ്പ് റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബസുമതി റൈസാണ് എടുത്തിട്ടത്, വൈറ്റ് ബസുമതി റൈസ്. അപ്പോൾ നന്നായി കഴുകി ഇതുപോലെ വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്തി വെക്കാം, ഒരു അരമണിക്കൂർ വെക്കാം. ഇനി അടുത്തതായിട്ട് ഇത്രയും ചേരുവകൾ മാത്രം മതിട്ടോ നമ്മുടെ ഈ ഒരു മസാലയിലേക്ക്. ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് അല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി, ഒരു സവാള ഉണ്ടല്ലോ, ഒരു പച്ചമുളക്, ക്യാപ്സിക്കം അതിൻ്റെ പകുതി മതിയേ, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്. അപ്പോൾ ഇത്രയും ചേരുവയാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി മന്തി ഉണ്ടാക്കാനുള്ള നല്ല കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കാം. അപ്പോൾ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 250 സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ സൺഫ്ലവറിന് പകരം റൈസ് ബ്രാൻ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെൻ്റെ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് മാഗി ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 പേക്ക് ക്യൂബാണ് വാങ്ങിയിട്ടുള്ളത്. അതിൽ നിന്നും 3 ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 ക്യൂബല്ല അതിലുണ്ടാകുക. അതിൽ 3 ക്യൂബ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം, ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് മന്തി ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മന്തി റെസിപ്പി. അപ്പോൾ ഈ ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിലേക്ക് ക്യൂബ് ഇട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് മന്തി ഉണ്ടാക്കൽ എങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കണേ. ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ളേ ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വിടുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആട്ടോ ഈ ഒരു മെത്തേഡ്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ചേരുവകളൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പം നമ്മൾ തന്നെ ഈ ഒരു മസാലയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ കഴിയുന്നതും നമ്മൾ തന്നെ ഹോം മെയ്ഡായിട്ട് ഈ മന്തി മസാലയൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഈ ക്യൂബ് ഇട്ടതുകൊണ്ട് ഇതിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. ഞാനിവിടെ അറിയാതെ ഇട്ട് കൊടുക്കിനി. അപ്പോൾ അപ്പോഴാണ് ഓർമ്മ വന്നത് മന്തി ക്യൂബ് ഇട്ടിട്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ ആ ഉപ്പിട്ട് കൊടുക്കൽ നിർത്തി, കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് എന്തിനറിയോ, നിങ്ങൾക്കൊക്കെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇതിലേക്ക് വീണിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഉപ്പൊന്നും കൂടിയിട്ടില്ല. അപ്പോൾ ക്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ നന്നായി കഴുകി വെച്ച് വെള്ളം ചോർന്ന ചിക്കൻ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഹോം മെയ്ഡ് മന്തി മസാലയും ഫുഡ് കളർ ഉണ്ടല്ലോ, റെഡ് ഫുഡ് കളറും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ ഒരു മസാല മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി റെഡ് കളറ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക, ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേറെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നമ്മളിതൊന്ന് എടുത്ത് വെക്കാം. അപ്പോൾ കണ്ടല്ലോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണേ. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് റൈസ് വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം. അതിലേക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ മുഴുവനായിട്ടുള്ള മല്ലിയും കണ്ടല്ലോ, ഇത്രയും ചേരുവകളാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. കുരുമുളക്, പട്ട, ഏലക്ക, ഗ്രാമ്പു, മല്ലി, പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് വേവിച്ച് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സ്റ്റവിൽ വെച്ച് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കണ്ടല്ലോ, ഇതേപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് ഇതുപോലെ പൊരിച്ചെടുക്കാം. എന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് വീണ്ടും അതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. 15 മിനിറ്റ് മറിച്ചിട്ടതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം.
അപ്പോൾ അതാ നമ്മുടെ ചിക്കന് ഒരു ഭാഗം നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മറിച്ചിടാം. ഇതേപോലെ ഫുള്ളൊന്ന് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും 15 മിനിറ്റ് നന്നായി ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കണേ. അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഇങ്ങനെ പതുക്കനെ വേവിക്കാം. അപ്പോഴേക്ക് തന്നെ നമ്മുടെ റൈസ് ഇവിടെ കുക്കായി വരുന്നുണ്ട്, തിളക്കാനിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് തന്നെ 2 ഭാഗവും മറിച്ചിട്ടു. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ 2 സൈഡും നന്നായിട്ട് തന്നെ മുക്കാൽ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാൻ ഇതേപോലെ ചരിച്ച് വെച്ച് ഇതിലുള്ള ഓയിൽ മുഴുവനൊന്ന് ഊറ്റിയെടുക്കാനുണ്ട്. അതെന്തിനാ അറിയാം, നമുക്ക് റൈസ് ഇതിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനാണ് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഇതിലുള്ള ഓയിലൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഊറ്റിയെടുക്കാനാണ് ഇത്രയും ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ചരിച്ച് വെച്ച് ഓയിലൊക്കെ ഊറി വന്നതിന് ശേഷം നമുക്കൊന്ന് ഈ ഓയിൽ മുഴുവനായിട്ടൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ആരെങ്കിലും മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ, ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ഒരു ഓയിലൊക്കെ റൈസിന് മുകളിൽ ഇങ്ങനെ ഒഴിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മൾ ഓയിലൊക്കെ ഇതിന് എടുത്ത് വീണ്ടും ഇത് ലോ ഫ്ലെയിമിലിട്ടങ്ങനെ കുറച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളൊന്ന് ഊറ്റി വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഓരോ ലെയറാക്കി ഇങ്ങോട്ട് കൊടുക്കുക. കണ്ടല്ലോ. അപ്പോൾ ചിക്കൻ ഇതിലേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കുറച്ച് ഇങ്ങനെ ചിക്കൻ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഓയിൽ വെച്ചതിന് ശേഷം കുറച്ച് ചിക്കന് ഇട്ട് കൊടുക്കാം, പിന്നെയും റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ചിക്കനൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ താഴെ തന്നെയാണ് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു മന്തിയാണ് എനിക്ക് കിട്ടിയത്. കാരണം എൻ്റെ മോൾ ഇതിൽ കളർ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളിങ്ങനെ ഓരോ ലെയർ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഓയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. റൈസൊക്കെ ഇട്ടതിന് ശേഷം ഇതാ ഓയിൽ ഒഴിച്ച് ഇനി ഇതിലേക്ക് യെല്ലോ കളറും റെഡ് കളറും ആഡ് ചെയ്യാണ്. അപ്പോൾ മോള് കലക്കാനാക്കിയതുകൊണ്ട് ഓൾ നന്നായിട്ട് തന്നെ കളറ് കലക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള മന്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ റെഡ് കളർ ഒഴിച്ച് ഇനി ഇതാ യെല്ലോ കളർ ഒഴിക്കുകയാണ്. അപ്പോൾ യെല്ലോ കളർ ഞാൻ കുറച്ചെടുത്ത്, റെഡ് കളർ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി കളർ ഒഴിക്കണില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ കലക്കി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, കളർ ഇഷ്ടമില്ലെങ്കിൽ. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്, സ്മോക്കിംഗ് ഫ്ലേവറിന് വേണ്ടി ഉപയോഗിക്കാനുണ്ട്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് നല്ല കത്തുന്ന കനൽ വേണം കേട്ടോ. അതിന് വേണ്ടി ഞാൻ ചിരട്ട അടുപ്പത്ത് വെച്ച് കത്തിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ചിരട്ട കത്തിയത് ഒരു ഗ്ലാസ്സിലിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ, ആ ഒരു കനലിലേക്ക് കുറച്ച് ഓയിൽ ഇട്ടിച്ചാൽ നല്ലൊരു പുക വരും. ആ ഒരു ഫ്ലേവറാണ് ഈ ഒരു മന്തിയുടെ ഹൈലൈറ്റ്. അപ്പോൾ അതാ ആ ഗ്ലാസ്സിൽ കനലാണ്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ നല്ല പുക വരും. ആ ഒരു പുക പുറത്തേക്ക് പോവാതെ അടച്ചു വെക്കുക. ഇനി പുകതാ നന്നായിട്ടൊന്ന് വരുന്നുണ്ടല്ലോ. ഇനി നന്നായിട്ടൊന്ന് മൂടി വെച്ച് കനം വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ മോളും മോനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മന്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പോക്കാണ്. അല്ല സാധാ ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ ബാക്കിയാവലാണ്. അപ്പോൾ അതാ നമ്മുടെ മന്തി ഇവിടെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തൊട്ട് കൂട്ടാൻ വേണ്ടി സോസ് ഉണ്ടാക്കാം. തക്കാളി 1.5 തക്കാളിയാണ് എടുത്ത്, കുറച്ച് മതിയല്ലോ. പിന്നെ ഒരു പച്ചമുളകും
കുറച്ച് മല്ലിയിലയും ഒരു ഇതള് ചെറിയ ഉള്ളിയും 2 ഇതള് വെളുത്തുള്ളിയും. ഇനി ഇതിലേക്ക് കുറച്ച് മുളകും പൊടിയും ആഡ് ചെയ്യുന്നുണ്ട് കളറിന് വേണ്ടി. ഇനി കുറച്ച് ഉപ്പും ലെമൺ ജ്യൂസും കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് നിന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിക്കുക, കണ്ടല്ലോ അരയാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഇത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി സോസ് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസൊക്കെ നിങ്ങളടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായി പൊട്ടാറ്റോയും എഗ്ഗും വെച്ചിട്ട് നമുക്കിതാ ഒരു മയോണൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഇതാ 2 പൊട്ടാറ്റോ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിൻ്റെ ജാറിലേക്ക് നുറുക്കി ഇടാം. ഇനി അതിലേക്ക് 3 അല്ലി 4 അല്ലി വെളുത്തുള്ളിയൊക്കെ എടുക്കാം. 2 എഗ്ഗുമാണ്, എഗ്ഗ് വൈറ്റാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് അടിച്ചതിന് ശേഷം അതിലേക്ക് സൺഫ്ലവറൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് എഗ്ഗ് വൈറ്റ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. 2 എഗ്ഗ് വൈറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ലെമൺ ജ്യൂസ് കുറച്ച് ഒഴിക്കുക. ഇത് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി വിനാഗിരി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അതേപോലെ ഉപ്പ് കയറാൻ പാടില്ല, കുറച്ച് ഉപ്പിട്ടാൽ മതി. അപ്പോൾ അതാ ഒന്ന് നമ്മൾ കറക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, അടിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തിയിലേക്ക് മയോണൈസും അതേപോലെ തക്കാളി സോസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പണികളൊക്കെ കഴിച്ച് ഇതൊന്ന് സെർവ് ചെയ്യുന്നത് കാണാം. മയോണൈസും അതേപോലെ തക്കാളി സോസൊക്കെ അടിച്ച് നന്നായി മൂടി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മന്തിയെല്ലാം നന്നായിട്ട് തന്നെ ആവിയൊക്കെ പോയതിന് ശേഷം നമ്മളിത് സെർവ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഇളക്കിയെടുക്കുകയാണേ. അപ്പം മോനാണ് കേട്ടോ ഇത് ഇളക്കണത്. അപ്പം എനിക്ക് പേടിയുണ്ട്, ആ ഒരു പാത്രത്തിൻ്റെ അടിയൊക്കെ പോകുന്നൊക്കെ പേടിയുണ്ട്. കാരണം ഓനിങ്ങനെ നന്നായിട്ട് തന്നെ അടിയിലൂടെ കോരുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ കളർഫുള്ളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് കുട്ടികൾക്കൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി കഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോയിൽ കണ്ടതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയേ. നല്ല അടിപൊളി ടേസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മളിത് ഓരോരുത്തർക്കായി ഇങ്ങനെ മന്തി വിളമ്പി അതിലേക്കുള്ള കെച്ചപ്പും മയോണൈസൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല അഭിപ്രായം കേട്ടോ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ആക്കുക. ഓക്കെ, ബൈ ബൈ, സി യു.